നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. രാജ്യത്തെ നടുക്കിയ ഡൽഹി ചെങ്കോട്ടയിലേത് ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ച് ഡൽഹി പോലീസ് വൃത്തങ്ങൾ. ഫരീദാബാദിൽ നിന്നും അറസ്റ്റിലായ ഡോക്ടർമാരുടെ സംഘാംഗങ്ങളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ അന്വേഷണം NIA ഏറ്റെടുക്കുമെന്നാണ് സൂചന. ചാവേർ ആക്രമണ സാധ്യതയാണ് അന്വേഷണ ഏജൻസിയും സംശയിക്കുന്നത്. ചാവേർ ബോംബർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ അമ്മയെയും 2 സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. മൃതദേഹം ഉമറിൻ്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഉദ്യോഗസ്ഥർ ഇവരുടെ DNA സാമ്പിളുകൾ ശേഖരിക്കും. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. All those responsible will be brought to justice. ഡൽഹി സ്ഫോടന കേസിൽ അന്വേഷണ ഏജൻസികളുടെ തലവന്മാരും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണം സംബന്ധിച്ച നിർണായക തെളിവുകൾ ഉദ്യോഗസ്ഥർ അമിത്ഷായ്ക്ക് കൈമാറി. ഒരു വനിതാ ഡോക്ടറടക്കം സ്ഫോടന വസ്തുക്കളുമായി പിടിയിലായ 4 ഡോക്ടർമാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. I extend my heartfelt condolences to all those who lost their lives in the tragic incident that occurred in Delhi yesterday. I pray to God to grant strength and solace to the bereaved families in this hour of deep grief. From this platform, I wish to assure my citizens that the country's leading investigative agencies are conducting a swift and thorough inquiry into the incident. The findings of the investigation will soon be made public. I want to formally assure the nation that those responsible for this tragedy will be brought to the justice and will not be spared under any circumstances. സമഗ്ര അന്വേഷണത്തിന് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. ഉടൻ കുറ്റവാളികൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. സ്ഫോടനം നടന്ന I-20 കാറിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹം ഈ ഡോക്ടറുടേതാണെന്ന് തിരിച്ചറിയാൻ DNA പരിശോധന നടത്തുന്നുണ്ട്. കറുത്ത മാസ്ക് ഇട്ടയാൾ റെഡ് ഫോർട്ടിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി പുറത്തേക്കിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കൊല്ലപ്പെട്ടവരിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. UP സ്വദേശി ദിനേശ് മിശ്ര, തുണിക്കട നടത്തുന്ന ദില്ലി സ്വദേശി അമർ കടാരിയ, ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഹ്സീൻ, ബീഹാർ സ്വദേശി പങ്കജ് സൈനി, 21-കാരനായ UP സ്വദേശി റുമാനി എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത്. വൻ ആഘാതത്തിലാണ് ഉമർ നബിയുടെ കുടുംബാംഗങ്ങൾ. വീട്ടിലെത്തിയിട്ട് 2 മാസമായെന്നും പ്രത്യേക പ്രകൃതക്കാരനാണെന്നും കുടുംബം പറയുന്നു. ന്യൂസ് 18 പ്രതിനിധി ഇഷാൻ വാനി ഉമർ നബിയുടെ വീട്ടിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. पहले ही उनको ले गए थे 10 बजे माँ को आज सवेरे लेट गए वो लोग. ये सर्च भी हुआ यहाँ पे? हाँ सर्च हो गई तलाशी, आप देख सकते हो. So immediate family of Dr. Umar who was saying that they had no clue about if he had any role or if he had anything to do with any of these activities, but he was a doctor. This is his house that we are inside right now, and this is a small house located in Pulwama. This is a few kilometers away from where we were reporting earlier, and the woman we just spoke to is the wife of his brother. And you will notice that this small area around this place is where Dr. Umar lived, and few years back, as his family has pointed out, that he moved out of Kashmir Valley to pursue a job there. And my VJ will be able to show you, this is the residence of Dr. Umar.
Police has thoroughly searched the entire house since yesterday, and they have been trying to ensure that they are able to bring those clues and leads together so that they could establish the crime. But the family is in shock. Most of those who could be possibly related to the family have been taken into custody, and the further investigation is underway. But as we spoke to his family, they are saying that they had no clue about if he was going to do any of this incident, this sort of nature. He has never had any kind of radicalization in his mind, and he was never radicalized, and he was always friendly to people. But the fact is that today, the path that Umar has chosen is something which has shocked the family, though the investigation is underway. This entire episode of Pulwama is there because one, this entire area where the people have been picked up is within the radius of 5 to 6 kilometers. One. Two, this doctor Umar was also working in the same hospital where Dr. Adil was working, who was first seen pasting the posters on the outskirts of Srinagar, and later on an AK-47 rifle was recovered from his Anantnag hospital where he was working earlier. So both of them were working in the same hospital. So that's why all the Faridabad, UP and Haryana and Jammu and Kashmir links are being right now connected, and the investigation is underway to find if they could find any further leads and if there are any further people who could be part of this group or planning to carry out any attack. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ക്യാബിനറ്റ് യോഗം ചേരുന്നുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് യോഗം. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. അഭിലാഷ്, ചെങ്കോട്ടയിൽ ഉണ്ടായ സ്ഫോടനം ചാവേർ ആക്രമണമെന്ന് അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഡോക്ടർ ഉമർ നബിയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ ആരാണ്, ഏത് സംഘടനയാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിട്ടുണ്ടോ? പാകിസ്ഥാൻ ഇതിൽ ബന്ധമുണ്ടോ? ഇത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ അഭിലാഷ്? ടോം, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇവർക്ക് പിന്നിൽ ഈ ഉമർ നബി അടക്കമുള്ള സംഘത്തിനു പിന്നിൽ ആരാണെന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയർന്നു വരുന്നത്. എന്നാൽ അതിൽ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദിലേക്കും അതുപോലെ ലഷ്കർ ഇ തൊയ്ബയിലേക്കുമുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായി നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തന്നെ ഈ കേന്ദ്രത്തിലെ വിവിധ അന്വേഷണ ഏജൻസികൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾ അത് ഇന്ന് അമിത്ഷായെ ധരിപ്പിച്ചിരുന്നു. 11 മണിക്ക് തന്നെ അതിൻ്റെ കൃത്യമായ വിവരങ്ങളെല്ലാം അമിത്ഷായ്ക്ക് കൈമാറി. അതിനുശേഷം ഇപ്പോൾ 3 മണിക്ക്, അതായത് അടുത്ത ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അമിത്ഷാ വീണ്ടും ഒരു ഉന്നതതല യോഗം ചേരും. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് വിവരം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ മന്ത്രിസഭയുമായി ചർച്ച ചെയ്ത് കൂടുതൽ കാര്യങ്ങളിലേക്ക് തീരുമാനം പോകുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഭൂട്ടാനിലാണ്. അദ്ദേഹം ഇന്ന് ഭൂട്ടാൻ സന്ദർശനം വെട്ടിച്ചുരുക്കി നാളെ രാവിലെ തന്നെ തിരികെ എത്തും. അതിനുശേഷം ഒരു ക്യാബിനറ്റ് മീറ്റിംഗും ഉണ്ടാകുമെന്ന് അറിയുന്നു. എന്തായാലും നിലവിൽ പ്രധാനമായും ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും തമ്മിൽ ഇവരിൽ ആരെങ്കിലും ഒരാളാണോ, ഏതെങ്കിലും ടീമാണോ ഇവർക്ക് ഈ ഫണ്ട് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് അന്വേഷിക്കുന്നത്. അതിൽ പ്രധാനമായും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം എന്ന് പറയുന്നത്, ഇതിൽ പിടിയിലായ വനിതാ ഡോക്ടറുണ്ട്, ഡോക്ടർ ഷഹീൻ. അവരെക്കുറിച്ച് മനസ്സിലാക്കുന്ന വിവരം അവരാണ് ഈ ടീമിന് വേണ്ടിയിട്ട് കൃത്യമായും ഫണ്ട് റേസ് ചെയ്ത് നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. 35 മുതൽ 40 ലക്ഷം രൂപ വരെ ഇവർ ഈ സംഘത്തിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്ത് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് വിവരം. ഇവർക്ക് ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധമുണ്ടെന്നും ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇപ്പോൾ പുതിയതായി തുടങ്ങിയിട്ടുള്ള ഒരു ജമാഅത്ത് ഉൽ മുമിനാത്ത് എന്ന് പറയുന്ന വനിതകളുടെ സംഘടനയുണ്ട്. ഈ സംഘടനയിലേക്ക് ആളുകളെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ വനിതാ ഡോക്ടർ എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് എത്രത്തോളം ഇതൊക്കെ ശരിയാണെന്നുള്ള കാര്യം അന്വേഷണ സംഘങ്ങളാണ് പുറത്തുവിടേണ്ടത്. പക്ഷേ നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരം ഈ സംഘത്തിലെ ഏറ്റവും വലിയ ഫണ്ട് റൈസർ എന്ന് പറയുന്നത് ഈ സ്ത്രീയാണ്. ഇവരുടെ വാഹനത്തിൽ നിന്നാണ് ഒരു AK-47 അടക്കമുള്ള തോക്കും അതുപോലെ തിരനിറച്ച പിസ്റ്റലുകളും ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പേരിലുള്ള കാറിൽ നിന്നാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ ഉമർ നബി എന്ന് പറയുന്ന ഇയാളുടെ അമ്മയെയും സഹോദരങ്ങളെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം. ഇയാൾ ചാവേർ ആക്രമണം നടത്തിയെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ ഇയാൾ മരിച്ചവരുടെ കൂട്ടത്തിൽ ഇയാളുടെ മൃതശരീരം ഉണ്ടെങ്കിലാണ് അത് ചാവേർ ആക്രമണമായി നമുക്ക് കരുതാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അയാളുടെ അമ്മയുടെ ബ്ലഡ് സാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധന നടത്തുകയാണ്. DNA പരിശോധനാ ഫലം പോസിറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചാവേർ ആക്രമണമാണെന്ന് ഉള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കപ്പെടും. അതുപോലെ തന്നെ അയാളുടെ ബന്ധുക്കളുടെയും അമ്മയുടെയും ഫോണുകളടക്കം പോലീസ് പരിശോധിച്ചു
പരിശോധിച്ച് വരികയാണ്. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് പുൽവാമയിലെ ഈ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് പുറമെ മറ്റൊരു ഡോക്ടർ കൂടി ഇയാളുമായി കണക്ഷൻ ഉണ്ടെന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ഡോക്ടർ സജാദ് എന്നാണ് അയാളുടെ പേര്. ഈ സജാദിനെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. അയാൾ പുൽവാമയിലാണ് താമസിക്കുന്നത്. ഈ സജാദും ഉമർ നബിയുമായി കണക്ഷൻ ഉണ്ട് എന്നുള്ള വിവരമുണ്ട്. പക്ഷേ ഇയാളിപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. അറസ്റ്റ് ചെയ്തിട്ടില്ല. ഈ ബോംബ് സ്ഫോടനമായിട്ടോ ഭീകരപ്രവർത്തനമായിട്ടോ അയാൾക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് നമുക്കിതുവരെ വിവരം ലഭിച്ചിട്ടില്ല. പോലീസ് അയാളെ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ ഇപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രധാനമായും ഈ മുഖ്യ സൂത്രധാരൻ എന്ന് സംശയിക്കപ്പെടുന്ന ഉമർ നബി, അയാളുടെ അമ്മയും 2 സഹോദരങ്ങളും മറ്റു കുടുംബത്തിലുള്ളവരെല്ലാം നിരീക്ഷണത്തിലാണ്. പ്രധാനമായും ഡോക്ടർമാരായിട്ടുള്ള ഡോക്ടർ ഷഹീൻ, മുസമിൽ ഗനായി, ഡോക്ടർ ആദിൽ, പിന്നെ അതുപോലെ ഹരിയാനയിലുള്ള ഒരു ഇമാം ഇർഫാൻ അഹമ്മദ്, ഇത്രയും പേർ ഇപ്പോൾ തന്നെ പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതായത് അഭിലാഷ്, കഴിഞ്ഞ ദിവസം AK-47 തോക്കുകളും RDXുമായി 2 ഡോക്ടർമാരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ഡോക്ടർ മുസമിൽ ഷക്കീൽ, ഡോക്ടർ അദിൽ അഹമ്മദ് റാത്തർ എന്നിവരെ. അതിന് പിന്നാലെയാണ് ഈ സ്ഫോടനമൊക്കെ ഉണ്ടായത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെ രാജ്യതലസ്ഥാനത്ത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്? കാരണം അങ്ങനെ തോക്കുമായി 2 ഡോക്ടർമാരെ പിടികൂടുമ്പോഴും അതിനുശേഷം എന്തുകൊണ്ടാണ് ഒരു കൃത്യമായൊരു ജാഗ്രതാ നിർദ്ദേശം രാജ്യത്തെ സുപ്രധാനമായിട്ടുള്ള ഈ നഗരങ്ങളിൽ ഏർപ്പെടുത്താതിരുന്നത്, അല്ലെങ്കിൽ കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്താതിരുന്നത്? അത്തരമൊരു വിമർശനം ഉയരുന്നുണ്ടോ? ടോം, തീർച്ചയായിട്ടും അത്തരം വിമർശനങ്ങൾ ഡൽഹി പോലീസിനെതിരെ ഉയരുന്നുണ്ട്. കാരണം ഫരീദാബാദിൽ ഡൽഹിയുമായി തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ ഹരിയാനയിൽ ഇത്തരത്തിൽ 2 ഡോക്ടർമാർ, നമ്മുടെ സമൂഹത്തിൽ വളരെ ഡിഗ്നിറ്റിയോട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഡോക്ടർമാർ എന്ന് പറയുന്നത്. അപ്പോൾ അക്കൂട്ടത്തിൽ 2 പേരിൽ നിന്ന് ഇത്തരത്തിൽ വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ 2560 കിലോയോളം അമോണിയം നൈട്രേറ്റ് അടക്കമുള്ള മാരക സ്ഫോടക വസ്തുക്കളും മറ്റ് ബോംബുണ്ടാക്കാനായിട്ടുള്ള മറ്റ് സാമഗ്രികളുമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഈ മുസമിൽ ഗനൈൽ എന്ന് പറയുന്ന ആളിൽ നിന്ന്. അതിനുശേഷം അയാളുടെ സുഹൃത്തായിട്ടുള്ള ഡോക്ടർ ഷഹീനെ സംശയിക്കപ്പെടുന്നു. അങ്ങനെ ഷഹീൻ്റെ വാഹനം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ തോക്കുകൾ കിട്ടുന്നു. അപ്പോൾ ഇതിന് പിന്നാലെ തന്നെ രാജ്യത്തിനകത്ത് പലയിടങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടത്താൻ ചിലർ പദ്ധതിയിടുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നു. പിന്നാലെ വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം രാജ്യത്താകമാനം നൽകുകയാണ്. പക്ഷേ അതിൽ പ്രധാനമായും ചോദ്യം വരുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം അലേർട്ടുകൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനമായും പരിശോധിക്കേണ്ട ഒരു സ്ഥലമാണ് ചെങ്കോട്ട. രാജ്യത്തിൻ്റെ തലസ്ഥാനത്തുള്ള ചെങ്കോട്ട വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. മറ്റ് മെട്രോ സ്റ്റേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ഈ ചെങ്കോട്ടയ്ക്ക് മുന്നിൽ 3 മണിക്കൂറാണ് ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ഈ കാർ നിർത്തിയിട്ടിരുന്നത് എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്ന ഡൽഹി പോലീസിന് തന്നെ നാണക്കേടാകാൻ പോകുന്ന കാര്യം. മാത്രമല്ല അതിനുശേഷം മെട്രോ സ്റ്റേഷന് മുന്നിലെത്തിയിട്ടാണ് ഈ വാഹനം പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ 9 പേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നു. അതുപോലെ 13ഓളം പേർ മരിച്ചതായിട്ടാണ് ഇതുവരെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ ഇത്തരം വലിയൊരു ആക്രമണം ഉണ്ടാകുന്നു. പക്ഷേ നമ്മൾ ആ സമയത്തും പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2560 കിലോയോളം ഈ സാധനങ്ങൾ ഇവർ കയ്യിലുണ്ടെങ്കിൽ അത് എത്രത്തോളം മാരകമായ രീതിയിലുള്ള ആക്രമണങ്ങൾ രാജ്യത്ത് പലയിടത്തും ഇവർക്ക് നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അത്തരം വലിയൊരു ആക്രമണം ഉണ്ടാകാതെ തടയാൻ നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക്, അന്വേഷണ ഏജൻസികൾക്ക്, പോലീസിനടക്കം സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചെങ്കോട്ട പോലൊരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ അവർ മുതിർന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിൽ ഡൽഹി പോലീസ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഇവർ പൊടുന്നനെ ഇന്നലെ ഒരു ആക്രമണം നടത്താനായിരുന്നില്ല ഇവരുടെ പദ്ധതി. അതായത് കൂടുതൽ ഈ എല്ലാ എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് രാജ്യത്ത് പലയിടത്തായിട്ട് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമാണ് ഇവർ പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന 2 പേരെ പിടിച്ചപ്പോൾ അതിൻ്റെ സൂത്രധാരനായിട്ടുള്ള അയാളിലേക്കും അന്വേഷണം എത്തുമെന്ന് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം ഒരു പദ്ധതി തയ്യാറാക്കി അത് പ്രാവർത്തികമാക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതായത് ഹരിയാനയിലെ ഫരീദാബാദിൽ വെച്ചിട്ട് തൻ്റെ കൂട്ടാളികൾ പിടിക്കപ്പെടുന്നു. അതിനുശേഷം അവർ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് തന്നിലേക്കും അന്വേഷണം എത്തും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഹരിയാനയിൽ നിന്ന് അയാൾ തന്നെ സ്വയം കാർ ഓടിച്ച് ഡൽഹിയിൽ എത്തുകയായിരുന്നു എന്നുള്ളതാണ് വിവരം. അയാൾ ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് ഈ ഹരിയാന രജിസ്ട്രേഷൻ കാറിനെ കണ്ടെത്തിയിരുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ എത്തുന്നു. മാത്രമല്ല ഇതിൽ നിലവിലെ ഏത് അന്വേഷണ ഏജൻസികളാണ് കേസ് അന്വേഷിക്കുന്നത്? NIA കേസ് ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ?
ടോം, NIA അടക്കമുള്ള പ്രധാനപ്പെട്ട ഏജൻസികളാണ് ഇപ്പോൾ അന്വേഷിച്ച് വരുന്നത്. ഡൽഹി പോലീസ് അടക്കം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ UAPA ചുമത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പ്രധാനമായും ഈ കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത് NIA ആണ്. അവർക്കാണ് ഡൽഹി പോലീസിനേക്കാൾ അധികാരമുള്ളത്, അവർക്കാണ് കുറച്ചുകൂടി വ്യക്തമായ രീതിയിൽ. കാരണം നമുക്കറിയാം, ഇതിൽ ഒരു ഡോക്ടറെ പിടിച്ചത് ഗുജറാത്തിൽ നിന്നാണ്, ഇപ്പോൾ 3-4 പേരെ അറസ്റ്റ് ചെയ്തിരുന്നത് ജമ്മു കാശ്മീരിലെ പുൽവാമയിൽ നിന്നാണ്, ഡൽഹിയിൽ അറസ്റ്റിലുണ്ട്, ഹരിയാനയിൽ അറസ്റ്റുണ്ട്. അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലായിട്ട് ഇത്ര വലിയൊരു സംഭവം നടക്കുമ്പോൾ അതിൽ കൃത്യമായും NIA തന്നെയാണ് ആ കേസ് അന്വേഷിക്കുക. NIAയുടെ ടീമാണ് കൃത്യമായി വിപുലമായ രീതിയിലുള്ള ഒരു സംവിധാനത്തിലൂടെ ഇവരെ എല്ലാം കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാം, ഇന്നലെ വൈകിട്ട് 6:50 ഉണ്ടായ ഈ ഒരു അപകടത്തിന് പിന്നാലെ ഇപ്പോൾ 24 മണിക്കൂർ തികയും മുമ്പ് തന്നെ കേസിലെ പ്രധാനപ്പെട്ട ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം പിടിയിലാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ ഈ DNA പരിശോധന ഫലം, അതായത് ഈ ഉമർ നബി എന്ന് പറയുന്ന ആളുടെ DNA പരിശോധനാ ഫലം കൂടി പുറത്തു വന്നാൽ അത് ചാവേർ ആക്രമണമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഇവരിലെ മൊബൈൽ ഫോണും മറ്റു കാര്യങ്ങളും പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താനും NIA തന്നെയാണ് മികച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ NIA തന്നെയാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് പ്രധാനമായും. പക്ഷേ സംഭവം ഡൽഹിയിൽ നടന്നതുകൊണ്ടും അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലുള്ള കാര്യങ്ങളും മറ്റു കാര്യങ്ങളുമായിരിക്കും ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുക. മാത്രമല്ല, IBയുടെ ചീഫ് അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് തങ്ങളുടെ കണ്ടെത്തലുകൾ കൃത്യമായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൃത്യമായ രീതിയിലുള്ള ഗുരുതരമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ 3 മണിക്ക് അടുത്തൊരു ഉന്നതതല യോഗം കൂടി ചേരുന്നത്. പ്രധാനമന്ത്രി എത്താത്ത സാഹചര്യത്തിൽ അമിത്ഷായാണ് ആ ഉന്നതതല യോഗത്തിന് അധ്യക്ഷത വഹിക്കുക. അതിനുശേഷം ഒരുപക്ഷെ നമ്മുടെ കരസേനാ മേധാവിയോ അല്ലെങ്കിൽ ആർമി ചീഫോ ആരെങ്കിലുമൊക്കെ ഒരുപക്ഷെ ആ മീറ്റിങ്ങിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യക്കെതിരെ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് ജെയ്ഷെ മുഹമ്മദ് അടക്കം പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ ഡോക്ടർ ഷഹീന് ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു അന്താരാഷ്ട്ര ബന്ധം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുണ്ടോ, എന്തെങ്കിലും വിവരങ്ങളുണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ NIAക്ക് ലഭിച്ചിട്ടുണ്ടോ? ഡോക്ടർ ഷഹീന് ജെയ്ഷെ ഭീകരരുമായി സംഘടനയുമായി ബന്ധമുണ്ടെന്ന വിവരങ്ങളുണ്ട്, സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. ഡോക്ടർ, ഈ ഉമറിന്റെ കാര്യത്തിൽ അത്തരമൊരു സംശയമുണ്ടോ? ഇയാൾ എത്ര നാൾ മുൻപാണ് ഈ സംഘടനകളുമായി, ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടായിരുന്നത്? പ്രത്യേകിച്ചും കുടുംബാംഗങ്ങളുമായി ന്യൂസ് 18 പ്രതിനിധി സംസാരിച്ചപ്പോൾ അതേക്കുറിച്ച് അവർക്ക് അറിവില്ല. പക്ഷേ 2 മാസമായി ഡോക്ടർ ഉമർ വീട്ടിൽ വന്നിട്ടെന്നും മാത്രം അവർ തുറന്ന് പറയുന്നുണ്ട്. അത്തരമൊരു സംശയം ഈ ഡോക്ടർ ഉമർ തന്നെയാണ് ചാവേറായിരുന്നതെന്ന് കൃത്യമായും കണ്ടെത്തണം. അതിന് DNA പരിശോധന അത്തരം നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ ബന്ധം എങ്ങനെയാണ് ഈ ഭീകര സംഘടനകളുമായി ഡോക്ടർ ഉമർ അടുക്കുന്നത്? അത് ഏത് കാലയളവിലാണ് ഈ ബന്ധം ഉണ്ടാകുന്നത്? അങ്ങനെയെങ്കിൽ ഇയാളുമായി അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ചൊക്കെ വിശദമായ അന്വേഷണം ആവശ്യമല്ലേ അഭിലാഷ്? ടോം, ഇയാളുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ പേരിലുള്ള അന്വേഷണം നടന്നു വരികയാണ്. അതുകൊണ്ടാണ് ഡോക്ടർ സജാദ് എന്ന് പറയുന്ന പുൽവാമ സ്വദേശിയിലേക്ക് അന്വേഷണം ഇപ്പോൾ നീണ്ടത്. അതായത് വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ടാണ് അയാളിലേക്ക് ഇപ്പോൾ അന്വേഷണം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഒരുപക്ഷെ ഇനിയും കൂടുതൽ ആളുകളിലേക്ക്, പുൽവാമയിലുള്ള ആളുകളിലേക്ക് അന്വേഷണം എത്താനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ ഡോക്ടർ അദീലും ഈ ഉമർ നബിയും അനന്തനാഗിലെ ആശുപത്രിയിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് തോക്കുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അനന്തനാഗിലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് ഇതിൽ ഏതെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർ അവിടെ വന്നിട്ടുണ്ടോ, അവരുമായി എങ്ങനെയാണ് ഇയാൾ ബന്ധം സ്ഥാപിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണത്തിൽ വരും. കാരണം നമുക്കിപ്പോൾ ഈ ചാവേർ ആക്രമണത്തിൽ ഇയാൾ ഉമർ നബി കൊല്ലപ്പെട്ടിരുന്നാൽ പോലും അയാളുമായി അടുത്ത് ഇടപഴകുന്ന, അയാളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള നിരവധി പേർ, 5ഓളം പേർ ഇപ്പോൾ തന്നെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്, NIA കസ്റ്റഡിയിലുണ്ട്. അതുകൊണ്ട് മറ്റു കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വലിയ പ്രശ്നമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുക. കാരണം പ്രധാനപ്പെട്ട എല്ലാവരെയും ജീവനോടെ തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം വളരെ വേഗത്തിൽ നടക്കും. മാത്രമല്ല, ഇയാൾ ഇപ്പോൾ ഫരീദാബാദിലെ അൽഫലാഹ് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇയാൾ നിരവധി വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരാൾ കൂടി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇയാളുടെ വാക്കുകൾ
വാക്കുകൾ കേട്ട് മറ്റ് വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒക്കെ ഇത്തരത്തിൽ ഭീകരപ്രവർത്തനത്തിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇത് പല തലത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കാരണം രാജ്യ തലസ്ഥാനത്ത് അതീവ സുരക്ഷാ മേഖലയിൽ പ്രധാനമന്ത്രി എല്ലാ വർഷവും വന്ന് ഇന്ത്യൻ പതാക ഉയർത്തുന്ന സ്ഥലത്ത് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടക്കുമ്പോൾ, അതായത് 2000-ന് ശേഷം 25 വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ഒരു സെക്യൂരിറ്റി കാര്യങ്ങളല്ല ഇന്നുള്ളത്. എന്നിട്ടും ഇത്തരത്തിൽ ഇവിടെ വന്ന് ഒരു ഭീകരാക്രമണം നടത്താൻ കഴിഞ്ഞെങ്കിൽ അപ്പോൾ ആ കാര്യങ്ങളടക്കം രാജ്യത്തെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒരു നാണക്കേട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എവിടെയാണ് ഇതിൽ പഴുതുണ്ടായതെന്നടക്കമുള്ള അന്വേഷണം നടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉമർ നബി എങ്ങനെയാണ് ഈ ഭീകര സംഘടനകളുമായി അഭിലാഷ് സൂചിപ്പിച്ചതല്ലേ, എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ചെങ്കോട്ടയിലെ സ്ഫോടന കേസ് NIA അന്വേഷിക്കുകയാണ്. ചാവേർ സ്ഫോടനമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കാസർഗോഡ് ഉപ്പളയിൽ വീട്ടിലെ വെടിവെപ്പ് കേസിൽ 14-കാരനെ ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഓൺലൈൻ ഗെയിമിന് അടിമയായ കുട്ടി ഗെയിം ടാസ്കുകൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വെടിയുതിർത്തുന്നതാണ് കണ്ടെത്തൽ. വീട്ടുകാർ വഴക്കു പറയുമെന്ന പേടിയാണ് കുട്ടി സ്വയം കഥ മെനഞ്ഞത്. സംഭവത്തിൽ തോക്കും തിരയും കണ്ടെടുത്തെങ്കിലും കുട്ടിക്ക് തോക്ക് എവിടെ നിന്ന് കിട്ടിയെന്നതിൽ വ്യക്തതയില്ല. വിവരങ്ങളുമായി KB ബൈജു ചേരുന്നുണ്ട്. ബൈജു, കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് ഉപ്പളയിലെ വീട്ടിൽ 14-കാരൻ സ്വന്തം വീടിന് നേരെ 14-കാരൻ വെടിയുതിർത്തത്. പക്ഷെ അതിനുശേഷം കുട്ടി പറഞ്ഞ കഥ, കാറിലെത്തിയ ഒരു സംഘം വീടിന് നേരെ വെടിയുതിർത്തു, അതിനുശേഷം കടന്നുപോയെന്നാണ്. പക്ഷേ ആ മൊഴികളിലൊക്കെ ചില സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നു. അങ്ങനെ 14-കാരനിലേക്ക് അന്വേഷണം എത്തുന്നു. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ നിരവധി കുട്ടികൾ ഓൺലൈൻ ഗെയിമിന് അടിമകളാണ്. നേരത്തെ നമുക്കറിയാം, ഈ ഓൺലൈൻ ഗെയിം കളിച്ച് ആത്മഹത്യ ചെയ്ത കുട്ടികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കഥയാണ്. അതായത് ഓൺലൈൻ ഗെയിമിൻ്റെ ഭാഗമായി, ടാസ്കിൻ്റെ ഭാഗമായി സ്വന്തം വീടിന് നേരെ വെടിയുതിർക്കുന്നു. എന്താണ് ഈ 14-കാരൻ്റെ മൊഴിയിലുള്ളത്? പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ടോമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് ഇതിൽ അടിമപ്പെട്ട് പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം സ്വർണം ഇത്തരത്തിൽ തട്ടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ ജാഗ്രത ഉണ്ടാകും, നിരന്തരം വാർത്ത ഉണ്ടാകും. പിന്നീട് അത് സാധാരണ നിലയിലേക്ക് തന്നെ മാറും. ഇത്തരത്തിൽ ഈ ഗെയിമിങ്ങിന് അടിമപ്പെട്ട കുട്ടികൾ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട്. ഇത്തരം ഗെയിമുകൾ സജീവമായിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കാസർഗോഡ് ഉപ്പളയിൽ നടന്നത്. അതായത് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ഉപ്പള ഹിദായത്ത് നഗറിൽ ഇത്തരത്തിൽ ഈ കുട്ടി ഈ വീടിന് നേരെ ഒരു വെള്ള കാറിലെത്തിയ സംഘം, 5ഓളം പേരടങ്ങുന്ന സംഘം 6 തവണ വീടിന് നേരെ തുരുതുര വെടിവെച്ചു എന്ന ഒരു കാര്യം പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ഉടൻ പോലീസ് വലിയ സന്നാഹത്തോടെയാണ് പോലീസ് പ്രവർത്തിച്ചത്. കാരണം നമുക്കറിയാം, ഒരു വീടിന് നേരെ ഇത്തരത്തിൽ വെടിവെപ്പ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായി കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കുടുംബം കൂടിയാണ്. ഇയാൾ പ്രവാസിയാണ്. അബൂബക്കർ എന്ന് പറയുന്ന ആളുടെ വീടാണ്. ഇവരുടെ ഭാര്യ, അതോടൊപ്പം 3 മക്കൾ, അവരാണ് താമസിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇളയ മകൻ 14 വയസ്സുള്ള ഈ കുട്ടിയാണ് ഇത്തരത്തിൽ ഒരു വിവരം പറയുന്നതും. പിന്നീട് പോലീസ് എത്തി, ഡോഗ് സ്ക്വാഡ് എത്തി, ഇത്തരത്തിൽ ഫോറൻസിക് സംഘം ഒക്കെ എത്തി വലിയ പരിശോധന നടത്തി. ഇതിനിടയിലാണ് പോലീസിന് ചില സംശയങ്ങൾ വന്നത്. അതായത് ഇവിടുത്തെ CCTV ക്യാമറകൾ ഓഫ് ചെയ്ത നിലയിലായിരുന്നു. അങ്ങനെയാണ് ഈ കുട്ടിയെ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ വിശദമായ ചോദ്യം ചെയ്യലാണ് കുട്ടി ഒടുവിൽ സമ്മതിക്കുന്നത്. താൻ ഈ ഓൺലൈൻ ഗെയിമിങ്ങിൽ തന്ന നിർദ്ദേശം, അതിൽ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് വീടിന് നേരെ വെടിവെക്കുകയായിരുന്നു. വീട്ടിലെ ആ സമയത്ത് ഇവർ പുറത്തുപോയ ഒരു സമയമായിരുന്നു. ഈ കുട്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് അത് ഭയം കാരണം ഒരു കാറിൽ വന്ന് ഇത്തരത്തിൽ വെടിവെക്കുന്നു എന്നൊരു കഥ കുട്ടി മെനയുകയായിരുന്നു. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദന ഉണ്ടാക്കി. അതിർത്തി പ്രദേശമാണ്, ഇത്തരത്തിൽ വെടിവെപ്പും ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിൽ വെടിവെപ്പിൽ ആളുകൾ കൊല്ലപ്പെട്ട സംഭവം വരെ ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ വീട്ടിൽ വന്ന് വെടിവെച്ചെന്ന് പറയുമ്പോൾ വലിയ പരിഭ്രാന്തി
പരിഭ്രാന്തി ഉണ്ടാക്കി, അത് ആ ജില്ലയെ തന്നെ വലിയ പരിഭ്രാന്തി ഉണ്ടാക്കിയ സംഭവമാണ്. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒരു ഗെയിമിങ്ങിന്റെ ഭാഗമാണ് എന്ന് അറിയുന്നു. പോലീസ് പിന്നീട് അന്വേഷിച്ചപ്പോൾ ഈ തോക്കും ഈ തിരകളും കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ ഇപ്പോഴും എവിടെ നിന്നാണ് ഈ കുട്ടിക്ക് ഈ തോക്ക് ലഭിച്ചതെന്ന് സംബന്ധിച്ച് പോലീസിന് ഒരു വ്യക്തത വന്നില്ല. അതിൽ കൂടുതൽ ചോദ്യം ചെയ്യണമെന്നൊക്കെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് ദുരുപയോഗം ചെയ്തു എന്ന ഒരു വീട്ടുകാർ നൽകിയ അല്ലെങ്കിൽ പോലീസ് നൽകിയ വിവരം ഇതായിരുന്നു: സ്വന്തം വീട്ടിലെ തന്നെ തോക്ക് എയർ ഗൺ ഉപയോഗിച്ചാണ് വെടിയുതിർത്തതെന്ന്. പക്ഷെ അത് വീട്ടിലെ തോക്കല്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഏറെ ഗൗരവമുള്ള വിഷയമാണ്, പ്രത്യേകിച്ച് ഒരു 14-കാരൻ എങ്ങനെ തോക്ക് കിട്ടിയെന്നത്. ഈ ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് വെടിയുതിർത്തതെന്ന് വിദ്യാർത്ഥി സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ തോക്ക് എങ്ങനെ കിട്ടി? അക്കാര്യത്തിൽ എന്താണ് ഈ 14-കാരൻ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ നൽകിയ വിവരം? ടോമെ, ഈ കാര്യത്തിൽ ഒരു അവ്യക്തത ഇപ്പോഴും ഉണ്ട്. പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് ഒരു എയർ ഗണ്ണാണ്. ഈ കുട്ടി വീട്ടിലുണ്ടായിരുന്ന ഒരു തോക്കല്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ പിന്നീട് മനസ്സിലായത്. തുടക്കത്തിൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന തോക്കെടുത്ത് ഈ കുട്ടി സ്വയം വെടിവെക്കുന്ന എന്ന തരത്തിലായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നെങ്കിൽ ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ഈ തോക്ക് വീട്ടിലുണ്ടായിരുന്നതല്ല. പക്ഷേ അത് എവിടെ നിന്നും ഈ കുട്ടി സംഘടിപ്പിച്ചു എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മഞ്ചേശ്വരം പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കുന്നത്. ഏതായാലും ഈ കുട്ടിക്കെതിരെ നിലവിൽ കേസ് എടുത്തിട്ടില്ല. ഈ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. ഈ പോലീസ് സംവിധാനം ദുരുപയോഗം ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൗൺസിലിംഗ് കൊടുക്കും എന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ കേസെടുത്തിട്ടില്ല. ഒപ്പം ഈ തോക്ക് നൽകി ഇങ്ങനെ കൂടുതൽ കുട്ടികൾ ഇതിൽ ഈ ഓൺലൈൻ ഗെയിമിങ്ങിന് അടിമയായിട്ടുണ്ടോ, ഈ സഹപാഠികൾ ഉൾപ്പെടെ ഈ കുട്ടിക്കൊപ്പം ഇത്തരത്തിൽ അടിമയായിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ ഗെയിമിങ്ങിൽ ഒരു നിർദ്ദേശം ഇത്തരത്തിൽ പറയുന്നു. ഈ തോക്ക് ഉപയോഗിച്ച് വീടിന് നേരെ വെടിയുതിർക്കണം എന്നൊരു നിർദ്ദേശം പറയുന്നു. അത് ഈ കുട്ടി അനുസരിക്കുന്നു. അങ്ങനെ വീട്ടിന് നേരെ വെടിവെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ കാര്യത്തിൽ പോലീസിന് കൃത്യമായ വ്യക്തത വന്നിട്ടുണ്ട്. പോലീസ് ഈ തോക്ക് കണ്ടെത്തിയിട്ടുണ്ട്. 6 തിരകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 6 തവണയാണ് വീട്ടിന് നേരെ ഇത്തരത്തിൽ വെടിവെച്ചത്. ഒരു പക്ഷേ ഇത്തരം ഗെയിമുകൾ സ്വന്തം മാതാപിതാക്കളെ വരെ കൊലപ്പെടുത്തുന്ന രീതിയിലൊക്കെയുള്ള ഗെയിമുകൾ നമ്മൾ നേരത്തെ ഒക്കെ കണ്ടതാണ്. അത്തരത്തിൽ വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്. ഈ ഓൺലൈൻ ഗെയിമുകൾ ഇപ്പോഴും സജീവമായി തന്നെ ഉണ്ട് എന്ന ഒരു കാര്യമാണ് ഈ സംഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കൂടുതൽ കുട്ടികൾ ഈ ഓൺലൈൻ ഗെയിമിന് ഈ പ്രദേശത്ത് തന്നെയുള്ള ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ തന്നെ ഇത്തരത്തിൽ ഇതിന് അടിമയായിട്ടുണ്ടോ, അങ്ങനെ ഒരു സംശയമുണ്ടോ ബൈജു? കാരണം ആ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ കുട്ടികൾ, കൂടുതൽ വിദ്യാർത്ഥികൾ ഈ ഓൺലൈൻ ഗെയിമിന് അടിമകളാണെന്ന കൃത്യമായ വിവരമുണ്ടോ? അങ്ങനെയെങ്കിൽ ഒരു വിശദമായ അന്വേഷണം, പരിശോധനകൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ആവശ്യമല്ലേ? ബോധവൽക്കരണം ആവശ്യമല്ലേ? മാത്രമല്ല, ഏത് ഗെയിമാണ് ഈ വിദ്യാർത്ഥി കളിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടോ? ടോമെ, അത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ കൂടുതൽ ഊർജിതമായി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ അപകടകരമായ രീതിയിലുള്ള ഗെയിം തന്നെയാണ് ഈ കുട്ടി ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പോലീസ് അന്വേഷണം കണ്ടെത്തിയത്. അതിൽ ഒരു 1ഓ 2ഓ സ്റ്റേജ് മാത്രം പിന്തുടർന്നപ്പോഴാണ് ഇത്തരത്തിൽ അപകടകരമായ വിധം തോക്ക് ഉപയോഗിച്ച് സ്വന്തം വീട്ടിന് നേരെ നിറയൊഴിക്കണമെന്ന ഒരു നിർദ്ദേശം അതിൽ നിന്ന് വരുന്നത്. അതിനപ്പുറം എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഈ ഗെയിമിലുണ്ട്, അത് ഏത് രീതിയിലുള്ള ഗെയിമാണ്, ഇത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ കുട്ടികൾ ഈ കുട്ടിയുടെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ സഹപാഠികളായ കുട്ടികളൊക്കെ ഇതിൽ അടിമപ്പെട്ടിട്ടുണ്ടെന്ന ഒരു സംശയം പോലീസിനുണ്ട്. അത് സൈബർ വിദഗ്ധർ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും വലിയ പരിഭ്രാന്തിയാണ് ഈ സംഭവം ഉണ്ടാക്കിയത്, ഞെട്ടലുണ്ടാക്കിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കർണാടക അതിർത്തിയോട് പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു കാറിൽ വലിയ സംഘം 5ഓളം പേരെത്തുന്നു, വീടിന് നേരെ 6 തവണ വെടിവെക്കുന്നു. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അയൽവാസികളോ ആരും തന്നെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അത്രയും കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ഗെയിം നൽകുന്നുണ്ടെന്ന് വേണം പറയാൻ. ആരുമില്ലാത്ത സമയത്ത്, വീട്ടിൽ നിന്നും ആരും മാറി നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ടാസ്ക് ആണ് ഈ കുട്ടിക്ക് ലഭിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനപ്പുറം എത്ര അപകടകരമായ വിധം നിർദ്ദേശങ്ങൾ ഈ ഗെയിമിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. കൂടുതൽ കുട്ടികളിലേക്ക് ഈ ഗെയിം അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ കുട്ടിക്കെതിരെ കേസെടുത്തിട്ടില്ല. ഒരു കൗൺസിലിംഗ് മാത്രമാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇനി കേസെടുക്കുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരായിട്ടില്ല. അത്തരം നിയമ ഉപദേശങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഇതിൽ കൂടുതൽ കുട്ടികൾ ഇതിൽ അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം തന്നെയാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഒപ്പം ഈ എയർഗൺ
ഇത്തരത്തിൽ കൂടുതൽ എയർ ഗണ്ണുകളോ ഇത്തരം മാരകായുധങ്ങളൊക്കെ ഈ കുട്ടികൾക്ക് എത്തിക്കുന്ന സംഘങ്ങളുണ്ടോ എന്നും അന്വേഷിക്കുന്നു. പ്രത്യേകിച്ച് നമുക്ക് സംശയിക്കുന്നത് കർണാടക അതിർത്തി ആയതുകൊണ്ട് തന്നെ കർണാടക ഇതര സംസ്ഥാനത്തുള്ള ബന്ധങ്ങളൊക്കെ ഇതിലുണ്ടോ, അങ്ങനെ വലിയ റാക്കറ്റ് ഇതിൽ പ്രവർത്തിക്കുന്നുണ്ടോ, എങ്ങനെയാണ് ഇത്തരം ഈ ഒരു ഗെയിമിൽ അടിമപ്പെട്ടത്, എത്ര വർഷമായി ഈ കുട്ടി ഈ ഗെയിമിൽ അടിപ്പെട്ടു, ഇത്തരം കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണത്തിലാണ് ഉള്ളത്. എന്നാൽ നിലവിൽ ആശങ്ക ഈ ഒരു വെടിവെപ്പ് ഉണ്ടായി എന്നൊരു ആശങ്ക മാറിയിരിക്കുന്നു. ഈ കുട്ടി തന്നെ സ്വന്തം വെടിതുർത്ത് ഇത്തരത്തിലുള്ള ഒരു കഥ മെനയുകയായിരുന്നു എന്ന പോലീസ് അന്വേഷണത്തിൽ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. പോലീസിന് അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. വലിയ സന്നാഹങ്ങളായിരുന്നു. വ്യക്തമാണ്. കെ വി ബൈജുവാണ് കാസർഗോഡ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ഉപ്പളയിലാണ് കഴിഞ്ഞ ദിവസം സ്വന്തം വീടിന് നേർക്ക് 14-കാരൻ വെടിയുതിർത്തത്. ഇത് ഓൺലൈൻ ഗെയിമിൻ്റെ ഭാഗമായുള്ള ടാസ്കിൻ്റെ ഭാഗമായി നടത്തിയ വെടിവെപ്പെന്നാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഈ ഓൺലൈൻ ഗെയിമുകൾ കൂടുതൽ വിദ്യാർത്ഥികൾ കളിക്കുന്നുണ്ടോ, കൂടുതൽ പേർ ഇതിൻ്റെ ഇരകളായിട്ടുണ്ടോ, ചതിക്കപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും വിശദമായി പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. സ്പോട്ട് ലൈവ് തുടരുന്നു. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. കലാമണ്ഡലം അധ്യാപകനായ ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. കലാമണ്ഡലം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നു, ക്ലാസ്സിൽ ഇയാൾ മദ്യപിച്ച് എത്തുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. ഇത് ഈ കോളേജ് അധികൃതർക്ക്, കലാമണ്ഡലം അധികൃതർക്ക് ഇവർ പരാതി നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. എത്ര വിദ്യാർത്ഥികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പരാതിയിൽ മനസ്സിലാക്കുന്നത്? ടോം, ആദ്യം ഈ കുട്ടികൾ ഈ പരാതി നൽകിയത് കലാമണ്ഡലം അധികൃതർക്ക് തന്നെയാണ്. ക്ലാസ്സിൽ വെച്ച് ഈ അധ്യാപകനായിട്ടുള്ള കനകകുമാർ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു കുട്ടികൾ നൽകിയ പരാതിയിൽ. 6ഓളം വിദ്യാർത്ഥികളാണ് ഈ പരാതി അധികൃതർക്ക് നൽകിയത്. ഇവരുടെ ഒരു പരിശോധനയിൽ, പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ ഈ കുട്ടികൾ പറഞ്ഞതിൽ വാസ്തവമുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തന്നെ വൈസ് ചാൻസലർ ഈ അധ്യാപകനായിരുന്ന ഈ കനകകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കുട്ടികളുടെ മൊഴിയെടുത്തു. ആ മൊഴിയിലെ വിശദാംശങ്ങളിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, ഈ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അധ്യാപകനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊടുകയും അതോടൊപ്പം തന്നെ ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്തു എന്ന് പല കുട്ടികളും മൊഴി നൽകിയിട്ടുണ്ട്. 6ഓളം കുട്ടികളാണ് ഈ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം സത്യമാണെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ചെറുതുരുത്തി പോലീസിന് പരാതി കൈമാറുകയും ചെയ്തു. പോലീസ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ ഒളിവിലാണ്, ഈ അധ്യാപകൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾക്കായിട്ടുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇയാൾ എവിടെയാണ് എന്നുള്ളതിൽ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രതിയെ ഉടനെ തന്നെ പിടികൂടും എന്നുകൂടിയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പലതവണ മദ്യപിച്ചു പോലും ക്ലാസ്സിലെത്തിയ കുട്ടികൾ മോശമായി പെരുമാറിയതെന്നാണ് കലാമണ്ഡലം അധികൃതർ വ്യക്തമാക്കുന്നത്. അവരുടെ അന്വേഷണത്തിലും ആ വിധത്തിലാണ് മനസ്സിലായത്. അങ്ങനെ മദ്യപിച്ച് ക്ലാസ്സിലെത്തി വിദ്യാർത്ഥിനികളോട് വളരെ മോശമായി പെരുമാറി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ വകുപ്പുകളടക്കം ഇട്ടുകൊണ്ട് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തീർച്ചയായും നവമി, ഇതിന് മുൻപ്, അതായത് ഈ വർഷമാണോ ഇത്തരമൊരു പരാതി ഇയാൾക്കെതിരെ ഉയരുന്നത്? ഇതിന് മുൻപും ഏതെങ്കിലും വിദ്യാർത്ഥികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിലും വിശദമായ ഒരു അന്വേഷണം ആവശ്യമല്ലേ? മുൻപ് കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ വിശദമായി അവരിൽ നിന്നൊക്കെ മൊഴിയെടുക്കേണ്ടതല്ലേ? അങ്ങനെ മുൻപ് ഏതെങ്കിലും പരാതികൾ ഈ അധ്യാപകനെതിരെ, കനകകുമാറിനെതിരെ ഉയർന്നിരുന്നോ? എന്തായാലും അക്കാര്യങ്ങളിലൊന്നും വ്യക്തത കൈവന്നിട്ടില്ല. കോളേജ് അധികൃതരാരും അതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇതിനെ തുടർന്നാണ് ചെറുതുരുത്തി പോലീസിന് പരാതി കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതിയുണ്ടോ, അല്ലെങ്കിൽ മുൻപും ഇയാൾ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം കുട്ടികളോട് നടത്തിയിട്ടുണ്ടോ എന്നതെല്ലാം അന്വേഷണ പരിധിയിലാണ്. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. തീർച്ചയായും നവമി, ഇപ്പോൾ കലാമണ്ഡലത്തിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അറസ്റ്റും മറ്റു നടപടികൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലോ. കാരണം ഈ പ്രതി ഒളിവിലെന്നാണ് ലഭ്യമാകുന്ന വിവരം.
എന്തായിരിക്കും അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ കലാമണ്ഡലത്തിൻ്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടി, ഇയാളെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും എന്തായാലും ആദ്യ നടപടി എന്ന വണ്ണം ഇപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ നൽകിയ പരാതി മനസ്സിലാക്കി അവരുടെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ സംഭവം മനസ്സിലാക്കിയ അധികൃതർ, വൈസ് ചാൻസലർ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ചെറുതുരുത്തി പോലീസിന് ഈ പരാതി കൈമാറിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്താൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തന്നെയായിരിക്കും ഈ കലാമണ്ഡലവും കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുട്ടികളുടെ വിശദമായ മൊഴി എടുത്തിട്ടുണ്ട്. ഇയാൾ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഉടനെ തന്നെ പ്രതിയെ പിടികൂടും എന്നുകൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. തൃശൂർ ശ്രീനാരായണപുരത്ത് രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചെന്ന് പരാതി. പോഴങ്കാവ് സെന്റ് ജോർജ് LP സ്കൂളിലെ അധ്യാപകൻ ഭരത് കൃഷ്ണയ്ക്കാണ് മർദ്ദനമേറ്റത്. പോഴങ്കാവ് സ്വദേശി ധനീഷാണ് അധ്യാപകനെ മർദ്ദിച്ചത്. ധനീഷിന്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതിനെ ചൊല്ലിയാണ് മർദ്ദനം. മതിലകം പോലീസ് സംഭവത്തിൽ കേസെടുത്തതോടെ ധനീഷ് ഒളിവിലാണ്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്താണ് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടക്കുന്നത്. ഇത് തൃശൂർ ശ്രീനാരായണപുരത്താണ് സംഭവം നടക്കുന്നത്. പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശിയായ ഭരത് കൃഷ്ണയ്ക്കാണ് രക്ഷിതാവിൽ നിന്ന് മർദ്ദനമേൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിനൊരു പ്രധാന കാരണമായിട്ട് പറയുന്നത് പോഴങ്കാവ് സ്വദേശിയായ ധനീഷാണ് അധ്യാപകനെ മർദ്ദിച്ചത്. ഈ ധനീഷിന്റെ മകൻ 4ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. ചോദ്യം ചെയ്തതിനെ ചൊല്ലിയാണ് മർദ്ദനമുണ്ടായത്. ഇതിനുശേഷം ഇത് വലിയ രീതിയിലേക്കുള്ളൊരു വിവാദമായതിനെ തുടർന്നും പോലീസ് കേസെടുക്കുകയെല്ലാം ചെയ്തിരുന്നു. മതിലകം പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തത്. ഇതോടെ ഇപ്പോൾ ഈ ധനീഷ് ഒളിവിൽ പോയിരിക്കുകയാണ്. ധനീഷ് എവിടെയാണെന്നുള്ളത് സംബന്ധിച്ച് വിവരമൊന്നുമില്ല. ധനീഷിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയത് ചൊല്ലിയുള്ള കാര്യങ്ങളാണ് ഈ രീതിയിലുള്ള ഒരു കാര്യത്തിലേക്ക് കലാശിച്ചത് എന്നതാണ് പറയുന്നത്. ടോം, ഡാനി, ഇവിടെ ഒരു 4ാം ക്ലാസ് വിദ്യാർത്ഥി, അതായത് മകൻ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ മറ്റ് കുട്ടിയെ അധ്യാപകൻ ശകാരിച്ചോ, അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലുണ്ടാകുന്നു, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ അധ്യാപകനെ രക്ഷിതാവ് മർദ്ദിക്കാനുള്ള കാരണം ഒരു വ്യക്തത വന്നിട്ടുണ്ടോ ഇക്കാര്യത്തിൽ? അങ്ങനെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇവർ തമ്മിലുള്ളൊരു അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതും. ആ ചോദ്യം ചെയ്യലിലാണ് ഈ പിതാവ് വന്ന് ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തതോടുകൂടിയാണ് അധ്യാപകനുമായി വാക്കേറ്റം ഉണ്ടാകുകയാണ് ആദ്യം ഉണ്ടായതെന്ന് പറയുന്നു. ഇതിനുശേഷമാണ് അധ്യാപകനെ മർദ്ദിച്ചതായിട്ടും പറയുകയും ചെയ്യുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വരുന്നതും പോകുന്നതും എല്ലാമുള്ള സംഭവം സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ എത്തുമ്പോൾ സ്വാഭാവികമായും പിന്നീടുള്ള അതിന്റെ ഒരു ചുമതല എന്ന് പറയുന്നത് അധ്യാപകരിലേക്കാണ് വന്നു ചേരുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളും എല്ലാം തന്നെ സാധാരണവുമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനെന്താണ് സംഭവിച്ചതെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും പോലീസ് ഇയാളെ അന്വേഷിക്കുന്നുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മതിലകം പോലീസ് ഈ സംഭവത്തിൽ കേസ് എടുത്തിരിക്കുകയും ചെയ്യുന്നത്. ധനീഷ് നിലവിൽ ഒളിവിലാണ്. ഇയാളിലേക്ക് പോലീസ് എന്തായാലും അധ്യാപകനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിശദീകരണം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? കാരണം എന്തിനാണ് ഈ അധ്യാപകനെ മർദ്ദിച്ചത്, അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവത്തിന് പിന്നിൽ എന്താണ്? സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ട്? ഈ രക്ഷിതാവിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഈ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ? മായി ബന്ധപ്പെട്ട മറ്റ് വിശദീകരണങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു, അന്വേഷിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് സ്കൂൾ വിദ്യാർത്ഥി അതായത് 4ാം ക്ലാസ്സുകാരൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതുമായി ബന്ധപ്പെട്ട് രക്ഷിതാവും അധ്യാപകനും തമ്മിൽ തർക്കമുണ്ടാകുന്നതിനെ തുടർന്ന് അധ്യാപകനെ കുട്ടിയുടെ 4ാം ക്ലാസ്സുകാരൻ്റെ പിതാവ്
സ്കൂളിലെത്തി മർദ്ദിച്ചെന്നാണ് പരാതി. കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിലാണ്. കൊല്ലത്ത് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവമാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. ചവറ കുളങ്ങര ഗവൺമെൻറ് VHSSലെ അഭിനയാനിലാണ് വീട്ടിൽ തൂങ്ങി മരിച്ചത്. പുലർച്ചെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്വന്തം വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ രാവിലെ കണ്ടെത്തുന്നു. എന്താണ് ആത്മഹത്യ കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ആത്മഹത്യക്കുറിപ്പോ മറ്റോടൊന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ടോം, ഇന്ന് പുലർച്ചെയാണ് കുട്ടിയെ വീട്ടിൻ്റെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കൊറ്റംകുളങ്ങര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുകയാണ്. ഈ കുട്ടിയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ബന്ധുക്കളും അതുപോലെ തന്നെ അച്ഛനില്ല, അമ്മയോടൊപ്പമാണ് കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. ഏറെ നേരം വൈകിയും കതക് തുറക്കാത്തതിനെ തുടർന്നാണ് ഇവർ കതക് മുട്ടിയിട്ട് കതക് തുറന്നില്ല. അങ്ങനെയാണ് സംശയത്തെ തുടർന്ന് കതക് പൊളിച്ച് അകത്ത് കയറി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ അഭിനയയുടെ മരണം വലിയൊരു, ശരിക്കും പറഞ്ഞാൽ അത് നാട്ടുകാർക്കൊക്കെ വലിയൊരു വിഷമത്തിലാക്കിയ ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെ തന്നെ പോലീസിൽ വിവരമറിയിക്കുന്നു. ചവറ പോലീസിൽ നിന്നും എത്തുന്നു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ആണ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. പോലീസിൻ്റെ ഒരു പരിശോധനയിൽ ഒരു ആത്മഹത്യക്കുറിപ്പും കിട്ടിയതായിട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. പക്ഷേ ആ കുറിപ്പിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ചില സൂചനകൾ ചില അധ്യാപകർക്കെതിരെ ആണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നുള്ള ചില സൂചനകൾ വരുന്നത്. ഇതിൽ കുറച്ച് വ്യക്തതകൾ വരാനുണ്ട് ടോം. അപ്പോൾ ഈ കുട്ടിക്ക് എത്രത്തോളം മാനസികമായിട്ടുള്ള, പക്ഷെ അങ്ങനെയെങ്കിലും അത് ഏറെ ഗൗരവമുള്ള വിഷയമല്ലേ വിനീഷ്? കാരണം ആത്മഹത്യാക്കുറിപ്പിൽ 8ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ അധ്യാപകരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ സ്കൂളിലെ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പീഡനമോ മറ്റോ ആകാം ആത്മഹത്യ കാരണമെന്ന് സംശയിക്കണം. അതെന്താണ് സംഭവിച്ചതെന്ന്, കാരണം ഇതിനു മുൻപ് ഈ ഒരു ദിവസങ്ങളിൽ സ്കൂളുമായി ബന്ധപ്പെട്ട അധ്യാപകരെ കുറിച്ചോ മറ്റോ ഈ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത കുട്ടി മാതാപിതാക്കളോട് എന്തെങ്കിലും പരാതി പറഞ്ഞിരുന്നോ? ടോം, അത്തരം വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നില്ലെങ്കിൽ പോലും ഈ വീട്ടുകാർക്ക് ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട്. അവർ പോലീസിനോടത് പറഞ്ഞിട്ടുമുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടർന്നുള്ള സംസ്കാര ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അവർ ഉള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷമാകും കൂടുതൽ പരാതിയും അതുപോലെ തന്നെ പോലീസ് കാര്യമായിട്ട് ഈ ഒരു വിഷയത്തിലുള്ള അന്വേഷണവും നടക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഈ വിദ്യാർത്ഥിനികളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് കൊല്ലം ജില്ലയിൽ തന്നെ ഉള്ളത്. ശരിക്കും ഈ സ്കൂൾ തലങ്ങളിലെല്ലാം ഇവർക്ക് ഇത്തരത്തിലുള്ള കൗൺസിലിങ്ങുകളെല്ലാം തന്നെ നടത്തുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ ആത്മഹത്യാ പ്രവണതകളും ആത്മഹത്യാ കേസുകളും ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ കുട്ടിയുടെ മൃതശരീരം ഇപ്പോൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിലാണ്. തീർച്ചയായും വിനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. ഒരുപക്ഷെ അധ്യാപകർ ചെറിയ രീതിയിലൊന്ന് വഴക്ക് പറഞ്ഞാൽ, രക്ഷിതാക്കളൊന്ന് ശകാരിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുക എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. എന്താണ് ഈ കുട്ടികൾക്ക്, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് സംഭവിക്കുന്നതെന്ന് വിശദമായി പരിശോധിക്കേണ്ടതാണ്. ആത്മഹത്യക്കെതിരെ കൃത്യമായൊരു ബോധവൽക്കരണം ആവശ്യമാണ്. ഒരു സാമൂഹ്യമായ ഇടപെടൽ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് ആ ഒരു രീതിയിലുള്ള ബോധവൽക്കരണം? സ്കൂളിൽ നിന്നല്ല, വീട്ടിൽ നിന്നും സ്വന്തം സ്കൂളിൽ നിന്നുമല്ല നൽകേണ്ടത്. ഒരുപക്ഷെ മുൻപൊക്കെ കുട്ടികളെ അധ്യാപകരും രക്ഷിതാക്കളും വഴക്കു പറയുമായിരുന്നു, ശിക്ഷിക്കുമായിരുന്നു. ഇപ്പോൾ അത്തരം സംഭവങ്ങളില്ല. അതൊക്കെയല്ലേ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചെറിയ രീതിയിൽ നിന്ന് മുറിവേറ്റ് കഴിഞ്ഞാൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയ്ക്ക് കാരണമാകുന്നത് വിനീഷ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത്തരം ആത്മഹത്യാ പ്രവണതകൾ മുന്നമേ മനസ്സിലാക്കാനുള്ള പല സംവിധാനങ്ങളുമാണ് ഇപ്പോൾ സ്കൂളുകളിൽ സജ്ജമാക്കിയിരിക്കുന്നത്. പ്രത്യേകം
പരിശീലനം കിട്ടിയ അധ്യാപകരെ വരെ ഇതിനുവേണ്ടി സ്കൂളുകളിൽ നിയമിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇത് എത്രത്തോളം ഫലം കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ പരിശോധിക്കേണ്ടത്. ഇപ്പോൾ എന്തായാലും കൊല്ലം ജില്ലയിലാണ് ഈ വിദ്യാർത്ഥിനികളിൽ ഉണ്ടാകുന്ന ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിച്ചു വരുന്നതായിട്ട് ചില പഠനങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഇത് ഏറ്റവും അവസാനത്തെ ഒരു കേസാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതലും ഈ പ്രണയബന്ധങ്ങളിൽ പെടുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ കുട്ടി അഭിനയയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയേണ്ടത്. വീട്ടുകാരുടെ ഒരു ആവശ്യവും അങ്ങനെ തന്നെയാണ്. പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് എത്തുന്നു. എന്തായാലും ഞാൻ സൂചിപ്പിച്ചു, ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാകും ഇതിൻ്റെ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുക കേട്ടോ പോലീസ്. ഈ കുടുംബത്തിന് ഈ കുട്ടിയുടെ ഈ അഭിനയയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് എന്തെങ്കിലും പരാതിയോ ആക്ഷേപമോ ഉണ്ടോ? പോലീസിൽ അവർ പരാതി നൽകിയിട്ടുണ്ട്. കാരണം സ്കൂളിനെതിരെയാണ്, അധ്യാപകർക്കെതിരെയാണ് ആത്മഹത്യയെക്കുറിപ്പിൽ പരാമർശമുള്ളത്. അത്തരം പരാതിയുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ടോ വിനീഷ്? ടോം, തീർച്ചയായും പോലീസ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് അന്വേഷിക്കുമെന്നാണ് നമ്മൾ സ്റ്റേഷനുമായിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ കുടുംബത്തിലെ കുട്ടിയെ നഷ്ടമായതിൻ്റെ ഒരു മനോവിഷമത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളും വീട്ടുകാരും എല്ലാം. അവർക്ക് ഇതെന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി അറിയണം എന്നുള്ള വലിയൊരാവശ്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി അവർ നൽകുന്നതുമുണ്ട്. പക്ഷേ എന്തായാലും ഈ കുട്ടി വളരെ മിടുക്കിയായിരുന്നു. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്കൂളിൽ നല്ല രീതിയിൽ പഠിച്ചിരുന്ന കുട്ടിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്രത്തോളം മാനസികമായിട്ടുള്ളൊരു വിഷമം ഈ കുട്ടിക്ക് എന്താണ് ഉണ്ടായത് എന്നാണ് അറിയേണ്ടത്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ കുട്ടിക്ക് ഇല്ല എന്നും അറിയുന്നു. പക്ഷേ ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ നിർണായകമാണ്. എന്താണ് അതിൽ പരാമർശിക്കുന്നതെന്നടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങിന് ശേഷമാകും എല്ലാവരുടെയും മൊഴിയൊക്കെ രേഖപ്പെടുത്തുക. ഇതിലൂടെ കൂടുതൽ വ്യക്തതയിലേക്ക് വരും. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ സഹപാഠികളുണ്ട്, അവർക്ക് എത്രത്തോളം ഈ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാം എന്നെല്ലാം പോലീസ് കൃത്യമായി അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കും. എന്നാലും ഇതിൻ്റെ ഒരു വ്യക്തത കുറേ കൂടി വരാനുണ്ട്. എന്തായാലും ഈ കുട്ടിയുടെ ഈ ഒരു വേർപാട് അങ്ങേയറ്റം ദുഃഖകരമാണ്. 8ാം ക്ലാസ് പഠിക്കുന്നു, 13 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇത്രത്തോളം മാനസികമായിട്ടുള്ള ഒരു വിഷമം ആ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു ഈ കുട്ടിക്കൊരു സഹോദരൻ കൂടി ഉണ്ട് എന്ന് പറയുന്നു. എന്തായാലും ആ കുട്ടി അടക്കം വലിയൊരു മാനസികമായ ഒരു തകർച്ചയിലാണ് ഇപ്പോൾ ആ കുടുംബത്തിന് നേരിടേണ്ടി വന്നത്. അതിനിടെ അമ്മയോടൊപ്പമാണ് താമസം. അച്ഛൻ ഇല്ല, അമ്മയോടൊപ്പമാണ് ഈ കുട്ടി താമസിക്കുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പാവപിടിച്ച ഒരു വളരെ സാധാരണഗതിയിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയാണ്. ഇവരിലുണ്ടായ ഈ കുടുംബത്തിലുണ്ടായ ഈ ഒരു വേർപാട് വലിയൊരു എന്താണ് ആ വിദ്യാർത്ഥിനിക്ക് 8ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കേണ്ടതാണ്. അധ്യാപകർക്കെതിരെ ആത്മഹത്യയെക്കുറിപ്പിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ബോളിവുഡ് ഇതിഹാസം ധർമ്മേന്ദ്ര ഗുരുതരാവസ്ഥയിൽ. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ താരം ചികിത്സയിലാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. ഇതിനിടെ നടൻ മരിച്ചെന്ന രീതിയിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിനെതിരെ മകൾ രംഗത്തെത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ധർമ്മേന്ദ്രയ്ക്ക് എക്സ് വഴി അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. സംഭവം വിവാദമായതോടെ പോസ്റ്റ് പിൻവലിച്ചു. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നുണ്ട്. അജയ്, ഇഷാഡിയോള് ഈ രാവിലെയാണ് ഈ രീതിയിലുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, കുറിപ്പിട്ടത്. അതായത് തൻ്റെ അച്ഛന് മരിച്ചിട്ടില്ല, അത്തരത്തിലുള്ള പ്രചരണങ്ങൾ തെറ്റാണ് എന്ന രീതിയിലുള്ള പോസ്റ്റുമായി സ്വന്തം കുടുംബാംഗങ്ങൾക്ക്, മകൾക്ക് തന്നെ രംഗത്ത് എത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. യഥാർത്ഥത്തിൽ ഇന്നലെ ആ രീതിയിലുള്ളൊരു പ്രചരണം ഉണ്ടാകാനുള്ള, ഒരു വാർത്ത പ്രചരിക്കാനുള്ള ഒരു കാരണം എന്താണ് അജയ്? ടോം, ഈ കഴിഞ്ഞ നവംബർ 1 മുതലാണ് ധർമ്മേന്ദ്രയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുംബൈയിലുള്ള ബ്രീച്ച് കാൻഡി ആശുപത്രിയിലാണ് അദ്ദേഹം നിലവിൽ ചികിത്സയിലുള്ളത്. നവംബർ 1-ാം തീയതി അദ്ദേഹത്തിന് വാർദ്ധക്യ സഹജമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അന്ന് വലിയ രീതിയിലുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നില ഗുരുതരമായതിനെ തുടർന്ന് പല ബോളിവുഡിലുള്ള പല പ്രമുഖ താരങ്ങളും ആശുപത്രി സന്ദർശിക്കുകയുണ്ടായി. ഷാരൂഖ് ഖാൻ, അതുപോലെ സൽമാൻ ഖാൻ തുടങ്ങിയവർ അവിടെ ആശുപത്രിയിലെത്തി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 6 മക്കൾ, സണ്ണി ഡിയോൾ, ബോബി ഡിയോൾ തുടങ്ങിയ 6 മക്കൾ
ആശുപത്രിയിലെത്തി. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ലോക്സഭ MP ആയിട്ടുള്ള ഹേമമാലിനി, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്, അവരും ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരു വൻ താരനിരയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാം തന്നെ ഈ ആശുപത്രി സന്ദർശിച്ച ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു അദ്ദേഹം മരിച്ചിരിക്കാനുള്ള ഒരു സാധ്യത, അത് പല പാപ്പരാസികളും അത് ഏറ്റുപിടിക്കുകയും സോഷ്യൽ മീഡിയ വഴി അത്തരമൊരു പ്രചാരണം നടക്കുകയും ചെയ്തു, അദ്ദേഹം മരിച്ചു എന്നുള്ള രീതിയിൽ. ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല അക്കൗണ്ടുകളിലും സ്ഥിരീകരിക്കാത്ത ഇത്തരം റിപ്പോർട്ടുകൾ അത് പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് പല ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ഒരു വാർത്ത ഏറ്റുപിടിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇപ്പോൾ ധർമ്മേന്ദ്രയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പോസ്റ്റ് ഇടുന്നു. അതുപോലെ ചിരഞ്ജീവി അനുശോചനം രേഖപ്പെടുത്തുന്നു. പിന്നെ ജാവേദ് അക്തർ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു. ഇത്തരത്തിൽ പ്രമുഖ വ്യക്തികൾ വരെ തെറ്റിദ്ധരിക്കപ്പെട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ചെയ്തതോടെയാണ് ഈ സംഭവം ഒരു വലിയ രീതിയിൽ പടർന്നത്, അദ്ദേഹം മരിച്ചു എന്നുള്ള രീതിയിൽ. തുടർന്നാണ് കുടുംബാംഗങ്ങൾക്ക് തന്നെ ഇത്തരത്തിൽ ഈ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരേണ്ടി വന്നത്. ആദ്യം ഇത്തരത്തിൽ ഇഷ ഡിയോളാണ് ആദ്യം ഇത്തരത്തിൽ ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സണ്ണി ഡിയോളും രംഗത്ത് വരികയുണ്ടായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹേമമാലിനി വളരെ ക്ഷുഭിതയായിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് മരുന്നുകളോട് പ്രതികരിച്ച് സുഖം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെപ്പറ്റി അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകൾ അത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അതൊരിക്കലും ഒരു നല്ല പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ ഉൾപ്പെടെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് ഹേമമാലിനി രംഗത്തെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ അവർ പറയുന്നത് അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ സണ്ണി ഡിയോൾ വ്യക്തമാക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അത് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് പുരോഗതി ഉണ്ടെന്ന് പറയുന്നു. വളരെ വേഗം തന്നെ അദ്ദേഹം സുഖം പ്രാപിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് സണ്ണി ഡിയോൾ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ അത് ഭയക്കേണ്ട കാര്യമില്ല എന്ന് ഉൾപ്പെടെയുള്ള അങ്ങനെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത്. കാരണം എന്തായാലും തെറ്റായ രീതിയിലുള്ള ഈ പ്രചരണങ്ങൾ വ്യാപകമായ രീതിയിൽ നടന്നിരുന്നു. പല പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. അജയ്, എന്തായാലും കുടുംബം പറയുന്നതനുസരിച്ച് ധർമ്മേന്ദ്ര സുഖം പ്രാപിക്കുന്നു എന്നാണ്, മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ മെഡിക്കൽ ബുള്ളറ്റിനോ മറ്റോ പുറത്ത് വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്ന് ഉള്ള വിവരങ്ങൾ, അതിലൊരു വ്യക്തതയുണ്ടോ? നിലവിൽ ഈ കുടുംബാംഗങ്ങൾ പറയുന്ന ഒരു സ്ഥിരീകരണം മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ളൂ. മറ്റ് ഇപ്പോൾ ബോളിവുഡിൽ തന്നെ നിരവധി ആരാധകരുള്ള ഇന്നും ഒരുപാട് ഒരു വലിയ ഒരു കൾട്ട് ആരാധക വൃന്ദം നിലനിൽക്കുന്ന നടനാണ് ധർമ്മേന്ദ്ര എന്ന് പറയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലും സ്വാധീനമുണ്ട്. 2004 അദ്ദേഹം MP ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് BJPക്ക് വേണ്ടി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള സണ്ണി ഡിയോളും ഒരു രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഒരു പ്രമുഖനായിരുന്ന ആളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പൊളിറ്റിക്കൽ പരമായിട്ടും അതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിലും വലിയ സ്വാധീനങ്ങളുള്ള ഒരു വ്യക്തിത്വം, ഇത്രയധികം ആരാധകരുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മരണവാർത്തയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ഈ മരണവാർത്തയെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ ഒരു ആശങ്ക പരന്നിരുന്നു. ഒരുപാട് പേർ അത് റീട്വീറ്റ് ചെയ്യുകയും ഇത് അദ്ദേഹത്തിൻ്റെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് രംഗത്തെത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഈ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിന് മുന്നിൽ തന്നെ പാപ്പരാസികളും അതുപോലെ തന്നെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയൊരു നിര തടിച്ചുകൂടുകയും എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായിട്ട് ഭീതി പരത്തുകയാണ് എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയെ സംബന്ധിച്ച് പൊതുവെ ആശുപത്രി അധികൃതരാണെങ്കിലും ഒരു രഹസ്യ സ്വഭാവം പുലർത്തുന്നുണ്ട്. കുടുംബാംഗങ്ങൾ വഴിയാണ് പ്രസ്താവനകൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നിലയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളെല്ലാം പുറത്തു വരുന്നത്. ഇപ്പോഴും നിരവധി പേർ അദ്ദേഹം വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. ചലച്ചിത്ര താരങ്ങളായിട്ടുള്ള ഹൃദേശ് ദേശ്മുഖും ജനീലിയും അദ്ദേഹത്തിൻ്റെ സുഖവിവരം അന്വേഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ എത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ ധർമ്മേന്ദ്രയുടെ നെഫ്യൂ ആയിട്ടുള്ള അഭയ് ഡിയോൾ, അദ്ദേഹം ഇപ്പോൾ ബോബി ഡിയോളിൻ്റെ വീട്ടിൽ സന്ദർശനം നടത്തി ബോബി ഡിയോളിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്, അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ബോളിവുഡിലുള്ള പ്രമുഖരെല്ലാവരും ഇപ്പോൾ നിലവിൽ ഈ ഒരു ഇദ്ദേഹത്തെ സുഖവിവരം അന്വേഷിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചയാണ്. ചിലപ്പോൾ ഇത്തരത്തിൽ പ്രമുഖ താരങ്ങൾ തന്നെ ഇദ്ദേഹത്തെ അന്വേഷിച്ചു വരുന്നത് കണ്ടിട്ടാകണം ഈ പാപ്പരാസികൾ ഇത്തരം ഒരു അഭ്യൂഹം പടച്ചുവിട്ടത്. പക്ഷേ അത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ അടക്കം വേദനിപ്പിച്ചു എന്നാണ് അജയ് സൂചിപ്പിച്ചതുപോലെ. പല പ്രമുഖരും അദ്ദേഹത്തിന്റെ ക്ഷേമം അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ടെന്ന് അറിയാനും മറ്റും അദ്ദേഹത്തെ സന്ദർശിക്കാനും എത്തിയതായിരിക്കാം ഒരുപക്ഷെ ഈ രീതിയിലുള്ള അഭ്യൂഹങ്ങൾ പരക്കാനുള്ള ഒരു കാരണം. അദ്ദേഹം മരിച്ചുവെന്ന ഒരു പ്രചരണത്തിന് കാരണമായത് പല പ്രമുഖരും
അതായത് കേന്ദ്രമന്ത്രിമാരും ചലച്ചിത്ര രംഗത്തുള്ളവർ പലരും ധർമ്മേന്ദ്രയ്ക്ക് അനുശോചനം അറിയിച്ച് എക്സിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലും പോസ്റ്റുകൾ ഇട്ടിരുന്നു. പക്ഷെ അത് ഈ രീതിയിൽ ഇഷാ ഡിയോൾ രാവിലെ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം വരുത്തിയതോടെ, അതായത് തങ്ങളുടെ പപ്പയ്ക്ക് യാതൊരു പ്രയാസങ്ങളുമില്ല, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, മറ്റ് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് തുടങ്ങിയ വിശദീകരണവുമായി ഇഷാ ഡിയോൾ രംഗത്തെത്തിയതിന് പിന്നാലെ അനുശോചനം രേഖപ്പെടുത്തിയുള്ള പല പോസ്റ്റുകളും ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.